നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിമിഷപ്രിയയുടെ വിഷയം അത് കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ സജീവമായി ചർച്ചയിലുള്ള വിഷയമാണ്. കാരണം നിമിഷപ്രിയയുടെ എക്സിക്യൂഷൻ, നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവർ യമനിലെ ജയിലിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടമില്ല. അവിടെയുള്ള ഹൂതി വിമതരാണ് ആ രാജ്യം കൈയടക്കി വെച്ച് ഭരിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ചില പ്രദേശങ്ങളൊക്കെ ഹൂതി വിമതരുടെ കയ്യിലാണ്. നിയമവും അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ശരീഅത്ത് നിയമം, കോടതികളൊക്കെ മതകോടതികളാണ്. ചെറിയ രീതിയിലുള്ള സർക്കാരുകൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഹൂതികളാണ്. ആ ഹൂതി സർക്കാരിൻ്റെ കീഴിലുള്ള ജയിലിലാണ് നിമിഷപ്രിയ കഴിയുന്നത്. 16-ാം തീയതി, അതായത് നാളെ, നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയയാക്കുമെന്നാണ് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നത്. പക്ഷേ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം തന്നെ ഈ വധശിക്ഷ മാറ്റി എന്ന അറിയിപ്പ് കിട്ടിയിരുന്നു എന്നാണ് സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്നാണ് വധശിക്ഷ മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ വധശിക്ഷ നീട്ടിവച്ചിരിക്കുന്നു എന്നൊരു വാർത്ത പരക്കുന്നത്. കഴിഞ്ഞ ദിവസം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, സമസ്തയുടെ നേതാവ്, ഈ ഒരു വലിയ അവകാശവാദവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് നിമിഷപ്രിയയുടെ മോചനത്തിനായി താൻ ഇടപെടുകയാണ്. കാന്തപുരത്തിന് യമനിൽ ഏതോ സുഹൃത്തുണ്ട് പോലും. അയാൾ അവിടുത്തെ ഒരു മത നേതാവാണ്, ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന മത നേതാവാണ്. അയാളുമായി സംസാരിച്ച് നിമിഷപ്രിയയെ ഉടൻ വിട്ടയക്കാൻ തയ്യാറായേക്കും. കാരണം കാന്തപുരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്തും ഈ യമനിലെ ഈ മത നേതാവ് കേൾക്കുമെന്നും ഭരണകൂടം നിമിഷപ്രിയയെ വിട്ടയക്കും എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ വലിയ വ്യാപകമായ മാധ്യമ പ്രചരണം നടന്നത്. എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യം, അദ്ദേഹത്തിൻ്റെ പേരിലെങ്കിലും എന്തെങ്കിലും നടക്കട്ടെ. കാരണം യമനാണ് രാജ്യം. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത രാജ്യമാണ്. അവിടെ ആഭ്യന്തര സംഘർഷം നടക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് യാത്രാവിലക്കുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിമിഷപ്രിയ അവിടുത്തെ നിയമത്തിന് മുന്നിൽ കുടുങ്ങിയ വ്യക്തിയാണ്. ഒരു രാജ്യത്തിൻ്റെ നിയമമാണ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ നിയമത്തിന് പിന്നിൽ കുടുങ്ങിയ വ്യക്തികളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ അധികാര പരിധിയിൽ നിലനിൽക്കുന്നതല്ല. സംഘർഷം നടക്കുന്ന സ്ഥലത്തു നിന്നും, യുദ്ധം നടക്കുന്ന സ്ഥലത്തു നിന്നുമൊക്കെ നമുക്ക് ഇന്ത്യക്കാരെ രക്ഷിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നിയമത്തിൻ്റെ പിടിയിൽപ്പെട്ട് വിചാരണയ്ക്ക് ശേഷം തടവിൽ കഴിഞ്ഞ വ്യക്തിയെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്, കോടതിക്ക് അപ്പുറത്തേക്കുള്ള ചില സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് ഓഫ് ദ റെക്കോർഡ്, അനൗപചാരികമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അത് അവരവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊക്കെ ആരാഞ്ഞിരുന്നു. കാരണം കോടതിക്ക് മുന്നിൽ ഒരു ഹർജിയുണ്ട്. ആ കോടതിയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പറയുന്നത് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. കാരണം ഇന്ത്യക്ക് അവിടെയുമായി നയതന്ത്ര ബന്ധമില്ല, അവിടെ ഒരു സർക്കാർ പോലും ഇല്ലാത്ത രാജ്യമാണ്, അവിടെ ഒന്നും ചെയ്യാൻ നമുക്കില്ല എന്ന് സർക്കാർ അവിടെ പറയുന്നു. ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇനി ചെയ്യാനൊന്നുമില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്ന പേരിൽ വലിയ വാർത്ത വരുന്നു. അതിന് പിന്നാലെ ഇതാ കാന്തപുരം വരുന്നു. കാന്തപുരം ഇതാ കേരളത്തിൻ്റെ ദൈവമായി അവതരിക്കുന്നു. ഇന്നിപ്പോൾ നിമിഷപ്രിയയുടെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. സത്യത്തിൽ ഇത് ഇന്ന് നീട്ടിയതല്ല, 2 ദിവസം മുമ്പ് തന്നെ നീട്ടിയതായും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് അറിവ് ലഭിച്ചതായും പറയപ്പെടുന്നു. എന്തുകൊണ്ടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇത് പുറത്തു പറയാത്തത്? കാരണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത് ഈ പറയുന്നത് പോലെ അനൗപചാരികമായ കാര്യങ്ങളാണ്, നിയമത്തിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളാണ്. അത് കേന്ദ്ര സർക്കാരിന് വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട്. കോടതിയിൽ അത് പറയാനും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. പക്ഷേ ഈ നിമിഷപ്രിയയുടെ ശിക്ഷാവിധി നീട്ടിവെച്ച കാര്യവും കേന്ദ്ര സർക്കാർ മറച്ചു വയ്ക്കുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. കാരണം യമൻ ഈ വിഷയത്തിൽ തിളച്ചു മറിയുകയാണ്. അവിടെ ഒരു വലിയ വിഷയമായി ഇത് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു യമൻ പൗരനെ ഒരു ഇന്ത്യക്കാരി പെണ്ണ് വന്ന് കൊന്നിട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ കൊന്നിരിക്കുന്നു. അവൻ ആ യുവതിക്കുള്ള ശിക്ഷ ലഭിച്ചേ മതിയാവൂ. ആ ഇന്ത്യക്കാരിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. അത് എന്നതിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഇളക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അവിടെ പ്രതിഷേധിക്കുകയാണ്. നിമിഷപ്രിയയുടെ കുടുംബക്കാർ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അവർക്ക് നിമിഷപ്രിയയെ തൂക്കിക്കൊന്നേ അടങ്ങൂ എന്നൊരു പിടിവാശിയിലാണ് അവരിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതാ നിമിഷപ്രിയയെ വിട്ടയക്കാൻ പോകുന്നു എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഒച്ച വച്ച് കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ്. യമനിൽ അതറിയും,
സമൂഹ മാധ്യമങ്ങളൊക്കെ അവിടെയുമുണ്ട്. അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകും. പിന്നെ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ രഹസ്യമാക്കി വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പോഴും പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. ആ സമയത്താണ് ഈ കാന്തപുരം അവതാരമെടുക്കുന്നത്. ഇന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇന്ന് രാവിലെ പോലും പറഞ്ഞത് ഇതാ ശിക്ഷ നീട്ടിവച്ചിരിക്കുന്നു, കുടുംബം ദയാധനം സ്വീകരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കുടുംബം ഇപ്പോഴും ഈ എക്സിക്യൂഷൻ നടന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചർച്ചകൾ തുടങ്ങേണ്ടിയിരിക്കുന്നു, ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഘോഷം അരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ കാന്തപുരത്തിൻ്റെ പങ്കിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ വാചകങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. Questions which are really doesn't matter. We have done this without the consent of the family. The family has not given any consent. There is no discussion with the family, which we will start later. And in your channel in the last meeting, I clearly said that I have a strategy and I know what I am doing here. And people are just talking about the family. We have to respect the family's thing. The family wanted execution, as you know. The family wanted execution, and they did not talk to us, and they have not spoken with anyone. And I am here with, actually right now I am here with Sheikh Abdul Malik Nagaya, who is the only one who went and over the public prosecution's office, because public prosecution has authority only to extend with the consent of the family. The family did not consent, and we did not make any, I did not make any efforts to talk to the family, because I clearly understood, because before coming to India 3 months ago, I had given an offer. The offer was not taken. They have already given consent to execution. So what is the point of I had only days to stop the execution, which I have done that. And Valentine लगवाई है, मजाक थोड़ी है। The government Kerala, our horror point I had only days to stop the execution, which I have done that. And at this point, I want to thank some people from the bottom of my heart. The government Kerala, our honorable Prime Minister, Mr. Modi, our Home Minister, Mr. Shri Amit Bhai, and also the whole embassy of Saudi Arabia, and also the local staff here, and Mr. Sheikh Nahya. So these are the people, and the government of Yemen. The special thanks to government of Yemen, who had totally helped us on this without even the consent of the why are you purposefully avoiding Mr. Kandapuram's name? No, he was not involved. That is what I'm saying. He was not involved, and nothing. I'm telling you, the family was not consented. The family until today did not consent. So there are a lot of people who are coming out and just getting cheap. സാമുവൽ ജെറോം, താങ്കൾ അറിയാത്ത ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. സാമുവൽ ജെറോം, താങ്കൾ അറിയാത്ത ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയം അത്രയും ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവ് വാർത്ത ഉണ്ടാവാതിരിക്കുന്നത് കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? Mister, please listen to me. Yeah. I am here to save Nimisha. I am not here to feed media. Execution. So don't talk something which is from reality. This is the reality today. What I am speaking to you is reality. People are coming to witness the execution tomorrow. That is the reality. So people can just talk nonsense in India. That is not the fact in the ground here. I am telling you the facts. I am the person who is here to save the life of Nimisha. See, people sitting in India can give a lot of news and I'm telling you something. Getting a cheap popularity. ഇതാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാർ തലത്തിലാണ് മധ്യസ്ഥത നടക്കുന്നത്. കേരള ഗവർണർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമാണ് അദ്ദേഹം നന്ദി പറയുന്നത്. ഇവരെല്ലാമാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒപ്പം ഈ സാമുവൽ ജെറോമും ചേർന്നാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അല്ലാതെ ഈ കാന്തപുരം ആരുമല്ല, അയാൾ അതിനകത്തൊന്നും ചെയ്തിട്ടുമില്ല എന്നാണ് ജെറോം പറയുന്നത്. മാത്രമല്ല
ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച നമ്മുടെ ചാണ്ടി ഉമ്മൻ MLAയും ഇത് തന്നെ കേരള ഗവർണറുടെ പങ്കിനെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തായാലും അവിടെ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് നിയമപരമല്ല, അനൗപചാരികമായ മധ്യസ്ഥ ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ആ മധ്യസ്ഥ ശ്രമങ്ങൾ പല ഓഫറുകളും ഇന്ത്യ സർക്കാരിന് വേണ്ടി അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഓഫറുകളൊന്നും പുറത്തു പറയാൻ കഴിയാത്ത സാധനങ്ങളാണ്. പക്ഷെ അതൊന്നും ഇതുവരെ കുടുംബം സ്വീകരിച്ചിട്ടില്ല. കുടുംബം ഏതെങ്കിലും രീതിയിൽ അത് സ്വീകരിക്കുന്നത് വരെ ഇവിടെ ആഘോഷ പരിപാടികൾ അരുത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ ഒരു കാന്തപുരത്തിൻ്റെ പേരിൽ ഇന്നലെ നേരത്തെ ഈ സാമുവൽ ജെറോമിനോട് തന്നെ അവതാരകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബോധപൂർവം കാന്തപുരത്തിൻ്റെ പങ്ക് മറച്ചു വയ്ക്കുകയാണോ? അതേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് കാന്തപുരത്തെക്കുറിച്ച് താൻ പറയുന്നത് എന്നാണ് ജെറോം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ ഈ എക്സിക്യൂഷൻ അല്ലെങ്കിൽ വധശിക്ഷ നീട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ആധികാരികതയൊന്നുമില്ല. അവരൊരു ഉത്തരവ് തന്നിട്ടുണ്ട്. ആ ഉത്തരവ് ഇവിടെ പലരുടെയും കയ്യിൽ പലരും ആഘോഷിക്കുകയാണ്. ആ ഉത്തരവിന്മേൽ ആധികാരികതയൊന്നുമില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ചില അനൗപചാരികമായ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. അനൗപചാരികമായ ചില മധ്യസ്ഥ ശ്രമങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമായി അവർക്കിപ്പോൾ ഈ വധശിക്ഷ നീട്ടിവയ്പ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കുടുംബം വിചാരിച്ചാൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയൂ. കുടുംബം ഒരു തരത്തിലും വഴങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, നിമിഷപ്രിയയുടെ ബന്ധുക്കൾ ഈ വധശിക്ഷ കാണാനായി അവരുടെ കുടുംബ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് യാഥാർത്ഥ്യം. ജെറോം അവിടെ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആഘോഷങ്ങൾ തുടങ്ങാൻ വരട്ടെ എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.